നമുക്കിപ്പം PM സലാം തത്സമയം ചേരുന്നു. ലീഗിന്റെ അധ്യക്ഷൻ ശ്രീ PM സലാം, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന് വളരെ സ്വാധീനമുള്ളൊരു മേഖലയിലാണ് ഇന്നിപ്പോൾ PV അൻവർ തൻ്റെ സാമൂഹ്യ പ്രസ്ഥാനം എന്നാണ് അദ്ദേഹം അതിനെ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള. 1,00,000 ആളുകൾ എത്തുമെന്ന് PV അൻവർ കരുതുന്നു. ലീഗിൻ്റെ തട്ടകത്തിൽ PV അൻവർ ഒരു സാമൂഹ്യ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവമുള്ള സാമൂഹ്യ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ചെറിയ ആശങ്കയുണ്ടോ ശ്രീ PM സലാം? ഒരാശങ്കയില്ലല്ലോ. കാരണം മുസ്ലിം ലീഗും UDF-ഉം ഇക്കാലം അത്രയും പറഞ്ഞ കാര്യങ്ങളാണ് വൈകിയാണെങ്കിലും ശ്രീ അൻവർ ഏറ്റെടുത്ത് പ്രചാരവേലകളുമായി വരുന്നത്. ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ വ്യക്തമായും കൂടുതൽ തെളിവുകളുടെ ബലത്തിലും അവരുടെ കൂടെ ഇത്രയും കാലം ഇരുന്ന് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അൻവർ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അൻവർ ഏറ്റെടുത്ത് നടത്തുന്നു. കൂടുതൽ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അത് എത്തിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമാണ്. ലീഗിൻ്റെ അണികൾ ഈ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുമെന്ന് കരുതുന്നുണ്ടോ അങ്ങ്? ലീഗിൻ്റെ അണികൾ എല്ലാ സാമൂഹിക നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും കൂടെ ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ലീഗ് ഉണ്ടാവുള്ളൂ. അതായത് PV അൻവർ ഒരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ ലീഗിൻ്റെ അണികൾ ഉണ്ടാവുന്നതിൽ തെറ്റില്ല. അല്ല, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ടല്ലോ, സന്നദ്ധ സംഘടനകളടക്കം. അത്തരം സംഘടനകളൊക്കെ പലതിനും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന, ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സംഘടനയുടെ രൂപവും ഭാവവും നിലപാടുകളൊക്കെ അറിഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ, UDF-ന്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ. മുസ്ലിം ലീഗിന് സ്വന്തമായി അതിലൊരു അഭിപ്രായം ഉണ്ടാവില്ല. UDF-ന്റെ നിലപാട് മുസ്ലിം ലീഗ് ഉണ്ടാവുക. PV അൻവർ അത് വ്യക്തമായി പറയുന്നു എന്നത് ലീഗിന് സന്തോഷമുണ്ട്. തീർച്ചയായും അതൊരു സാമൂഹ്യ നന്മയ്ക്കുള്ള സാമൂഹ്യ പ്രസ്ഥാനമാണെങ്കിൽ PV അൻവറിന്റെ സാമൂഹ്യ സംഘടനയെ ലീഗ് സ്വാഗതം ചെയ്യും. തീർച്ചയായും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാഗതം ചെയ്യേണ്ടത് ഒരു പൗരന്റെ കടമയല്ലേ. ആ കടമ ലീഗിന്റെ പ്രവർത്തകർ നിർവഹിക്കും. ഒരു കാര്യം കൂടി ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. PV അൻവറിനെ മാറ്റി നിർത്തേണ്ട കാര്യം നിലവിലുണ്ടോ? PV അൻവറിനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന്? ഞാൻ രാഷ്ട്രീയമായി മാറ്റി നിർത്തേണ്ടതില്ല, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി വേണ്ടതില്ല എന്ന നിലയിലേക്ക് ലീഗ് എത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ മുസ്ലിം ലീഗും UDF-ഉം എടുത്ത തീരുമാനം അൻവറിൻ്റെ പാർട്ടിയുടെ സ്വഭാവം, ആ പാർട്ടിയുടെ നിലപാടുകൾ, അതിൻ്റെ രൂപം, ഇതൊക്കെ ആ കണ്ടതിന് ശേഷമാണ് UDF അൻവറിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുകയും ഇപ്പോൾ സാമൂഹ്യ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന സംഘടനയോട് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന നിലപാട് അൻവറിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. ആ നിലപാട് അറിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഇഷ്യൂകൾ അത് പ്രസക്തമാണ്. അതായത് ലീഗിലെ പ്രവർത്തകർ ഇന്നത്തെ സമ്മേളനത്തിൽ ഒഴുകിയെത്തുന്നതിൽ തെറ്റില്ല എന്നാണ് ശ്രീ PM സലാം പറയുന്നത്. അങ്ങനെയല്ല. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും രാഷ്ട്രീയമില്ലാത്ത പ്രവർത്തകരും ഒരുപക്ഷെ ധാരാളം CPM പ്രവർത്തകരും എത്തും. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്. അതായത് ഞാൻ അതിനകത്ത് ക്ലാരിറ്റി വരുത്താം. PM സലാമിന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഇത് രൂപീകരിക്കുന്നതെങ്കിൽ UDF-ന്റെ കാര്യവും ലീഗിൻ്റെ ബന്ധവും കൂടിയാലോചനകൾക്ക് ശേഷമേ അങ്ങേക്ക് പറയാൻ സാധിക്കൂ. എന്നാൽ ഇതൊരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ടാണ് അദ്ദേഹം സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള സാമൂഹ്യ പ്രസ്ഥാനമാണെങ്കിൽ PV അൻവറിനെ സ്വാഗതം ചെയ്യുന്നു. നന്മയ്ക്ക് വേണ്ടിയുള്ള സാമൂഹ്യ പ്രസ്ഥാനം അൻവറാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ടു ഏർലി ഇദ്ദേഹത്തിൻ്റെ സംഘടനയുടെ സ്വഭാവം എന്താണ് എന്ന് ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ, അപ്പോഴല്ലേ നമുക്ക് സഹകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പ്രഖ്യാപിക്കട്ടെ, മുന്നോട്ട് പോട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞ ഇഷ്യൂകളിൽ
നമുക്ക് പൂർണ്ണ യോജിപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂകളാണ് ഇതൊക്കെ. അതിലേക്ക് അദ്ദേഹം വരികയും അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സമരവുമായി വളരെ മുന്നോട്ട് പോവുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളത്. യെസ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്നും DMK-യുമായി അദ്ദേഹം സെന്തിൽ ബാലാജി അടക്കമുള്ളവരുമായിട്ടും ശിവയുമായിട്ടുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയതും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് PV അൻവറിന് ആ അർത്ഥത്തിലൊരു പിന്തുണ പ്രഖ്യാപിച്ചതായി കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? അത് ശരിയാണോ? അൻവർ ചെന്നൈയിൽ പോവുകയും അവിടെയുള്ള ഇന്ത്യ മുന്നണിയുടെ എല്ലാ ഘടകകക്ഷികളെയും സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെയും ആ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്. CPM-ന്റെ പ്രതിനിധികളെ പോലും കണ്ടിട്ടുണ്ട്. DMK-യുടെയും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളുമായും കിട്ടാവുന്നിടത്തോളം ആളുകളുമായൊക്കെ അദ്ദേഹം ചെന്നൈയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ അറിവ്. ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പാർട്ടി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുകയോ അതിനോടൊപ്പം നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പ്രതിനിധി അത് കേട്ടു, അത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിച്ചു, അത്രയേ ഉള്ളൂ. ഈ